ഹായ് ഫ്രണ്ട്സ്, അവസാനം നമ്മളുടെ അനീഷ് ബീബി ഉമ്മയെ വിളിക്കുകയാണ് ഉണ്ടായത്. ആദ്യം മകനെയാണ് വിളിച്ചത്, പിന്നീട് ബീബി ഉമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി. ബീബി ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. മകൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ ഉമ്മാനെ വിളിക്കണം കേട്ടോ, ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാനെ വിളിച്ച സംഭവങ്ങളും അതുപോലെ നമ്മളുടെ ഫിറോസ്, ആദ്യത്തെ മുൻ മത്സരാർത്ഥി ഫിറോസ് ഖാൻ നടത്തിയ കുറച്ച് പ്രസ്താവനകളും ഒക്കെ നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. എത്ര പാവം മനുഷ്യനാണ് ഈ അനീഷ് എന്നറിയോ. നമ്മൾ 100 ഡേയ്സ് അവിടെ കണ്ടതാണ് അല്ലേ. അയാളുടെ ആ ക്യാരക്ടറും ആ പെരുമാറ്റവും ഒരാളെ അസൂയിക്കോ കുശുമ്പിനോ ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഉപദ്രവിക്കാനോ ഒന്നും അയാൾ പോയി. അയാളെ റൂട്ട്, ആ റൂട്ടിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നല്ലാതെ അപ്പോഴും ഒരു അതിരുവിട്ട വർത്തമാനം അയാളെ വായിൽ നിന്ന് വന്നിട്ടില്ല. ഇതാണ് മനുഷ്യൻ, ഇതാണ് ഡിസേർവിങ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ബീബി ഉമ്മയായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ബീബി ഉമ്മ പറയുന്നുണ്ട്, മീഡിയക്കാരെ കൊണ്ട് ബഹളമാണല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പോവുമ്മ എന്ന് പറയുന്നുണ്ട്. ഏത് കള്ളനാണ് അനീഷിന് ഫ്ലാറ്റ് കിട്ടിയെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അതാരോ പടച്ചു വിട്ടതാണ് ഉമ്മ എന്നൊക്കെ പറയും. അപ്പോഴും അനീഷ് വളരെ സൗമ്യം പോലെ സംസാരിക്കുന്നു കേട്ടോ. ഏറ്റവും അർഹനായ വ്യക്തിയാണ് കപ്പിന് കേട്ടോ. ആ ആളാണ് ഇപ്പോൾ ഒന്നും കിട്ടാതെ ഇരിക്കുന്നത്. അപ്പം പിന്നെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഷാനവാസിനെയാണ് ഇഷ്ടം. എനിക്ക് ഷാനവാസിനെയും അനീഷിനെയും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം അനീഷിനെയാണ്. കൊല്ലത്തൊക്കെ വരികയാണെങ്കിൽ അഞ്ജലി വരണേ, ഞങ്ങൾ 1 കിലോമീറ്റർ അപ്പുറമാണ്, ഞങ്ങൾക്കൊരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട്, ആ ഫ്രൂട്ട് സ്റ്റാളിലേക്ക് വരണം, വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് തിരിച്ചും പറയുന്നത്, നിങ്ങൾ എൻ്റെ വീട്ടിലേക്കും വരണം. അപ്പോൾ ഒപ്പം ഉമ്മ പറയണത് എന്താണെന്നറിയോ, ഷാനവാസിനെ കൂടി കൊണ്ടുവരണേ, ഷാനവാസിന് എൻ്റെ ആങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി കേട്ടോ മോനെ, ഇപ്പം പെട്ടെന്നൊന്നും വരണ്ട കേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ പേര് ഈ അനീഷിനെ കുറിച്ച് പറയുന്നത്, റോബിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നു. മഹാനൊണയാണ്. റോബിൻ വരുന്നതിനേക്കാൾ മുന്നെയാണ് സെൽമി ദ ആൻസർ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ആ സെൽമി ദ ആൻസറിൽ ഈ അനീഷ് ഈ സെയിം ക്യാരക്ടറായിട്ട് തന്നെ പറയുന്നത്, ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇതേ സെയിം ക്യാരക്ടറാണ്. അപ്പോൾ റോബിനെ കണ്ട് അനുകരിച്ചതല്ല എന്നവിടെ തെളിവ് സഹിതം ഉറപ്പായല്ലോ. ഇനി ഫിറോസ് ഖാൻ പറയുന്നത് നോക്കി നോക്കൂ, കപ്പ് ഡിസേർവിങ് ആയിട്ടുള്ളത് ഒരു സജന ഫിറോസൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ സജന ഇല്ല, ഫിറോസ് മാത്രമാണ് കേട്ടോ. അവരെ വായ മൂടിക്കെട്ടിയിട്ടാണ് പിന്നെ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ പറയുന്നത് കപ്പ് ഡിസേർവിങ് ആയിട്ടുള്ളത് അനീഷിനാണ്. അനുമോൾ എന്തൊക്കെ കാട്ടിയിട്ടാണ് ആ കപ്പ് മേടിച്ചത് അവിടെ അല്ലേ. ശരിക്കും ഡിസേർവിങ് ആയ പേഴ്സണെ കപ്പ് കൊടുത്തില്ല. ഇപ്പോൾ ആ കപ്പ് അനുമോളുടെ വീട്ടിലിരുന്ന് കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഫിറോസ് പറയുന്നത് കേട്ടോ. ഇത് ഏഷ്യനെറ്റിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ടിമ്പിൾ ബാലിന് ഞങ്ങളുടെ ആ സീസണിൽ ടിമ്പിൾ ബാലിനാണ് കിട്ടേണ്ടത് ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ളത്. പക്ഷെ മണിക്കൂട്ടിന് കിട്ടി, വെറുതെ കാലുമ ഐസും കട്ടും വെച്ചിരിക്കുന്ന മണിക്കൂട്ടിനെ കിട്ടി എന്ന് ഫിറോസ് ഖാൻ പറയുന്നതാണ്. ഞാനല്ല കേട്ടോ, എനിക്ക് മണിക്കൂട്ടനെ ഇഷ്ടം തന്നെയായിരുന്നു. ഇതേപോലത്തെ നല്ലൊരു പേഴ്സൺ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഫിറോസ് ഖാൻ പറയുന്നു, ജാസ്മിന് കിട്ടേണ്ട കപ്പ് ജിൻഡോന് കൊടുത്തു. ഇതൊക്കെ അവരെന്തിനാണ്, കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണ്. അപ്പോൾ അനീഷിന് കിട്ടേണ്ട കപ്പ് ഇത് അനുമോൾക്ക് കൊടുത്തു. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ, ഇനി ഒരു വർഷം ഇതിനെ പറ്റി എല്ലാവരും ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഡിസേർവിങ് അല്ലാതെ ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു വർഷം നീ ഈ അനുമോളുടെയും അനീഷിൻ്റെയും പ്രശ്നം പറഞ്ഞ് സോഷ്യൽ മീഡിയ ിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് മുഴുവൻ ആർക്കാണ് കിട്ടുന്ന പ്രൊമോഷൻ? ബിഗ് ബോസിനാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അനീഷിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തീർന്നു, ബിഗ് ബോസ് അവിടെ വെച്ച് തീർന്നു. കാരണം പിന്നെ പുറത്തിറങ്ങിയാലും കണ്ടന്റ് ഇല്ല. അനീഷിന് കിട്ടി, ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് കിട്ടി എന്നും പറഞ്ഞാൽ അവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പക്ഷേ PR ആൾക്കാർക്ക് വെച്ച് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ കാരണത്തിൽ തന്നെയാണെന്നാണ് ഫിറോസ് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫിറോസിൻ്റെ ഇതിൽ ഇവരുടെ കപ്പിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടി. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഈ കപ്പ് കണ്ടോ, ഒരു പെൺകുട്ടിയാണ് ഈ കപ്പ് ഉയർത്തി നിൽക്കുന്നത്, ആ പെൺകുട്ടിയെ പിന്താങ്ങിക്കൊണ്ട് കുറേ പേര് താഴെ നിൽക്കുന്നുണ്ട്, അതിനർത്ഥം PR വർക്ക് എന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ശരിയാണ് കേട്ടോ. ആ കപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ കപ്പും ഒരു പെൺകുട്ടി കപ്പ് ഉയർത്തി നിൽക്കുന്നുണ്ട്, പക്ഷെ ആ പെൺകുട്ടിയെ താങ്ങിക്കൊണ്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അതിനർത്ഥം PR ആണ് താങ്ങിക്കൊണ്ട് ഈ കുട്ടിയെ കപ്പ് മേടിപ്പിച്ചു കൊടുത്തതെന്നാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് അനീഷിൻ്റെ കണ്ണീരിൽ പൊതിഞ്ഞ കപ്പാണ്, ആ കുട്ടിയെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടാവും, ആ കുട്ടി അങ്ങനെ മേടിച്ചതാണ്, ആടിനെ പട്ടിയാക്കിക്കൊണ്ടാണ് PR വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇനിയുള്ള സീസണിൽ സാമ്പത്തികമുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ പോയി എത്താൻ പറ്റുകയുള്ളൂ എന്നും കൂടിയിട്ട് ഫിറോസ് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അർഹിക്കാത്ത അനുമോൾക്ക് കൊടുത്തിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് അണിയറുകാർ ചെയ്യുന്നത്. ഇത് പൊട്ടനാണാവും ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതല്ല, ഫിറോസ് ഖാൻ പറയുന്നതാണ് കേട്ടോ. ഇനി പിന്നെ ഇതുപോലെ തന്നെ എന്തും ചെയ്തിട്ട് സാമ്പത്തികമുള്ള ആൾക്കാർക്ക് എന്തും ചെയ്ത് നമുക്ക് ഈ കപ്പ് നേടാം എന്നും കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്.